അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പൊയ്ക്കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവർ പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പം ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. കഥ നിൽക്കത്തില്ല എന്ന് എൻ്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെൻ്റെ ലക്ഷ്യമാണ്. അതിപ്പോ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക, അസോസിയേഷൻ മെമ്പർ ആയിട്ടൊന്നുമില്ല, പ്രൊഡ്യൂസർ എന്നല്ല വിളിച്ചോക്കി. ഇപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റെക്കോർഡുകൾ വിടുന്നുണ്ടല്ലോ, ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എൻ്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിൽ വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കേരളത്തിലെ മാത്രം കണക്കുകളാണ് വെളിയിടുന്നത്. ഒരു പ്രൊഡ്യൂസറിന് പക്ഷെ ലാഭം ഉണ്ടാകുന്ന അല്ല. ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് കുറെ പേര് അങ്ങനെ വാർത്തകൾ വന്നാലും പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ പോലും ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജിൽ തളർത്തുന്ന പോലെ അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്റ്റഡ് ആണ്. അപ്പോൾ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള, അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനമുള്ളൂ. ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപക്ഷെ അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം മുതൽ അത് ചിലപ്പോൾ നിർത്തിയേക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി നാളെ വേറൊരു അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പോൾ പറയും നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റൻഷിപ്പിന് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ധ്യാനിട്ട് കൊടുക്കും. ബൈക്കിൽ പോകുമ്പോഴേ ഇടയ്ക്ക് പെട്രോൾ അടിക്കണം കേട്ടോ. പോയിക്കൊണ്ട് മുടി ഇങ്ങനെ പാറി പോവില്ലേ ബൈക്കിൽ. അടുത്ത 2-3 ചോദ്യത്തില് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ചേട്ടന്റെ സിനിമ ഇറങ്ങാൻ പോകണം. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ഞാന്റെ ഹിറ്റ് പടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എല്ലാം പ്രതീക്ഷിച്ചു. അത് ഓ ഓ അല്ല, അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23-ന് റിലീസാണ്. അപ്പം പറയാം, ഇത് നിർത്താം. ജോൺ ചേട്ടനോട് തിരക്കൊണ്ട് പോകാൻ. അതുപോലെ തന്നെ ഞാൻ ഡയറക്ഷനിലെ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. ശരിയാണോ? ശരിയാ.